തൃശൂരിലെ വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വം പാലക്കാട് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ വിമർശനം സ്വാഭാവികമായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആദ്യ വെടി പൊട്ടിച്ചത് കെ സുരേന്ദ്രനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന വി മുരളീധരൻ തന്നെയാണ്. മുൻപില്ലാത്ത വിധം പരാജയഭാരം സുരേന്ദ്രന്റെ തലയിൽ വെച്ച് കൈയൊഴിയുകയാണ് വി മുരളീധരൻ. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. വി മുരളീധരൻ കെ സുരേന്ദ്രനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. പാലക്കാട്ടെ പരാജയ കാരണം തനിക്കറിയില്ലെന്നാണല്ലോ വി മുരളീധരൻ പറഞ്ഞത്. പക്ഷേ ഇതേ വി മുരളീധരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി രഘുനാഥനായിരുന്നു പാർട്ടി 2ാം സ്ഥാനത്തെത്തിയ നഗരസഭാ പ്രദേശത്തിൻ്റെ ചുമതല. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നേതൃമാറ്റമുണ്ടായാൽ പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനി വി മുരളീധരനാണെന്നതും ചേർത്ത് വായിക്കണം. കെ സുരേന്ദ്രൻ കണ്ടെത്തിയതുപോലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ പരാജയത്തിൽ വി മുരളീധരൻ ഉന്നയിക്കുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, അതിനാണല്ലോ പറഞ്ഞത്. അതാണ് പ്രസിഡന്റ് പറയുന്നത്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പാർട്ടി 2ാമതായത് നഗരസഭാ ഭരണത്തിന്റെ പരാജയം കാരണമാണെന്ന് BJP നേതൃത്വം വിലയിരുത്തുകയാണ്. നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ വാർഡുകളിലെല്ലാം വോട്ട് കുറഞ്ഞു. അതിനാൽ നഗരസഭാ ഭരണത്തിലെ പരാജയം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് പരിഹരിക്കുന്നതിൽ കെ സുരേന്ദ്രന് വീഴ്ച സംഭവിച്ചെന്ന പരാതി വി മുരളീധരനുണ്ട്. സ്വന്തം പക്ഷത്താണെങ്കിലും കെ സുരേന്ദ്രന്റെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പിന്റെ മറ അദ്ദേഹം നീക്കിയിരിക്കുകയാണ്. 26-ന് കൊച്ചിയിൽ നേതൃയോഗം ചേർന്ന് പാലക്കാട്ടെ പരാജയം വിലയിരുത്തും. പാലക്കാട് വലിയ വോട്ട് മുന്നേറ്റമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രന്റെ പേരായിരുന്നു സ്ഥാനാർത്ഥിയായി ആദ്യം ഉയർന്നു വന്നത്. എന്നാൽ പാലക്കാട്ടെ നേതാവായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന് വേണ്ടി ചരട് വലിച്ചത് കെ സുരേന്ദ്രനായിരുന്നു. നഗരസഭാ കൗൺസിലറായ കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിനുമെതിരായ ജനങ്ങളുടെ രോഷം BJPക്ക് ദയനീയ പരാജയം സമ്മാനിച്ചെന്ന ആയുധമാണ് കൃഷ്ണദാസ് പക്ഷം മൂർച്ച കൂട്ടുന്നത്. ചുരുക്കത്തിൽ തന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന വി മുരളീധരൻ തന്നെ വിമർശകനാകുമ്പോൾ കെ സുരേന്ദ്രന് പാളയത്തിൽ പടയാണ്. കൃഷ്ണദാസ് പക്ഷത്തിനാകട്ടെ കെ സുരേന്ദ്രന്റെ നേതൃമാറ്റത്തിൽ കുറഞ്ഞതൊന്നും ആവശ്യപ്പെടാനില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.